ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവിടെ റിവർ ബർത്ത് തയ്യാറാക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന എക്സ്ക്ലൂസീവ് വിഷ്വൽസാണ് റിപ്പോർട്ടർ TV-യുടെ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ. അതിൽ സ്കൂബ ഡൈവേഴ്സ് അല്പസമയത്തിനുള്ളിൽ ഇറങ്ങും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോങ് ബൂം മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിറകിലായി ആർമിയുടെ സംഘമുണ്ട്. അവർ തയ്യാറാക്കിയിരിക്കുന്ന ടെൻറ്റും പ്രേക്ഷകർക്ക് നേരത്തെ കാണാവുന്നതായിരുന്നു. തത്സമയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ പ്രേക്ഷകർ കാണുക. ഈ ദൃശ്യങ്ങൾ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കാണുകയും തത്സമയം മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആശങ്കകളും അവരുടെ പ്രാർത്ഥനകളും തത്സമയം നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ധാരാളം ആളുകൾ തത്സമയം ഇത് കാണുകയും നമ്മളോടൊപ്പം ഈ നദിയുടെ ഒഴുക്ക് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ എങ്കിൽ ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടി റെസ്ക്യൂ നടക്കുന്ന അതിന് 10 മീറ്റർ അകലെ വലിയ കല്ലുകളോ ഭാരമുള്ള വെയിറ്റോ ഇട്ട് ബ്ലോക്ക് ചെയ്തുകൂടെ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായൊരു ചോദ്യമാണ്. തീർച്ചയായും അതിന് സാധിക്കില്ല. കാരണം ഒന്ന്, പുഴയുടെ ഒഴുക്ക് അത്രത്തോളം വലുതാണ്. 250 മീറ്ററോളം വീതിയുണ്ട് സുമേഷ് ആ പുഴയ്ക്ക്. അപ്പോൾ അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കല്ലിട്ട് നികത്തുക സാധ്യമല്ല. ഞാൻ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകാം. തീർച്ചയായും നിങ്ങളുടെ വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിച്ചോളൂ. പക്ഷേ നമ്മളുടെ എഫേർട്ട് അർജുനെ തിരികെ കിട്ടുക എന്നുള്ളതാണ്. അതിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങളാകണം നിങ്ങളുടേത് എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലർ ചോദിക്കുന്നു, എന്താണ് അല്പം ക്ഷീണിതനാണോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമ്പോൾ നമ്മൾക്കറിയാതെ ക്ഷീണമുണ്ടാവുമല്ലോ. നമ്മൾ അർജുനെ തിരികെ ജീവനോടെ പിടിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പുഴയിലാണ് എന്നറിഞ്ഞതോടുകൂടി ആ പ്രതീക്ഷ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അപ്പോഴും അർജുനെ നമുക്ക് തിരികെ വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. ഇത് നമുക്ക് നോക്കാം. ഈ മണിക്കൂറുകളിൽ ഏറ്റവും മികച്ച ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു പുഴയിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്ന മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമെന്ന് തെരച്ചിൽ നടത്തുക. ഈ ദൃശ്യം റിപ്പോർട്ടർ TV-യിൽ മാത്രമുള്ള എക്സ്ക്ലൂസീവ് വിഷ്വൽസാണ്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക. പുഴയിൽ ഇറക്കിയുള്ള ഡ്രഡ്ജിങ്ങിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കവരത്തിയിൽ നിന്ന് മാമു ചോദിക്കുന്നു. മാമു, പുഴയിലിറക്കി ഡ്രഡ്ജിങ് സാധ്യമല്ല. സാധ്യത തേടിയിരുന്നു നമ്മുടെ MLA സുനിൽ കൃഷ്ണസേയിൽ. പക്ഷേ അവിടേക്ക് എത്തുക സാധ്യമല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ ഡ്രഡ്ജിങ്ങിന് വേണ്ടിയുള്ള മെഷീൻ കടലിൽ നിന്ന് കൊണ്ടുവരണം. അതൊരു വലിയ റിസ്ക്കാണ്. പുഴയുടെ ആഴം എത്രയാണ് എന്നുള്ളത് പലയിടത്തും നിശ്ചയമില്ല. അപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരുന്നത് വളരെ സാഹസികമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ തേടിയിരുന്നു. അതും കൃത്യമായി നമ്മൾ തന്നെ പറയണം. അത് MLA എന്നോടും അത് വ്യക്തമായി സൂചിപ്പിച്ചു. ഒപ്പം പ്രേക്ഷകരോടും പറഞ്ഞു. നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും സുഖത്തിനേക്കാൾ അപ്പുറം നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയല്ലേ. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പ്രേക്ഷകർക്കുണ്ട്. വീട്ടുകാരുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണ് നമ്മുടെയൊക്കെ ഈ സങ്കടങ്ങൾ, അല്ലേ? ദെൻ ധീരു, ദെൻ മുഹമ്മദ്, ഇത് നമ്മൾക്കെല്ലാം ഉള്ള മുന്നറിയിപ്പാണ് എന്ന് മുഹമ്മദ് സുഹൈൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ വികസ്വര രാജ്യത്താണ് ഇത് സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയറുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു അശാസ്ത്രീയ നിർമ്മാണം ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. IRB പോലെയുള്ള കരാർ കമ്പനിക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ അർജുൻ്റെ കുടുംബത്തെ എത്രയും പിന്തുണച്ച ചാനൽ നിങ്ങളുടേതായിരുന്നു. തീർച്ചയായും ആ കുടുംബത്തോടൊപ്പമാണ് നിന്നത്. നമ്മളൊരൊറ്റ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, സിസ്റ്റം മെഷീനറി ഫോളിൻ ആവണം. അതിന് ഏകോപിപ്പിക്കാനൊരു സംവിധാനം ഉണ്ടാവണം. ആരാണ് ഏകോപിപ്പിച്ചത്? 16-ാം തീയതി നോബഡി ന്യൂസ്. 17-ന് 18-ന് മംഗളവൈദ്യ അടക്കമുള്ള ആളുകൾ വന്നുപോയി എന്നത് വസ്തുതയാണെങ്കിലും സിസ്റ്റം ഏകോപിപ്പിക്കപ്പെട്ട് തുടങ്ങുന്നത് 19-ാം തീയതി മുതലാണ്. MLA അവിടെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സിസ്റ്റത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആ ഘട്ടത്തിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ നേരിട്ട് അറിയാവുന്നതാണ്. പരിമിതികളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് നമ്മളോട് വീഴ്ച സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ അത് ആ ഡിലേ പിന്നീട് മറികടക്കുന്ന വേഗതയും വന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. വസ്തുതയായി തന്നെ പറയണം. ആർക്കെങ്കിലും വേണ്ടിയോ ആർക്കെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ സംസാരിക്കാനല്ല നമ്മൾ നിൽക്കുന്നത്. അർജുനു വേണ്ടി മാത്രമാണ്. എല്ലാ കണ്ണുകളും എല്ലാ പ്രതീക്ഷകളും അർജുനിൽ മാത്രമാണ് ഈ ഘട്ടത്തിലുമുള്ളത്. തത്സമയ ദൃശ്യങ്ങൾ 114-ാം മണിക്കൂറിലേക്ക് നമ്മളുടെ തിരച്ചിൽ കടക്കുകയാണ്. റിപ്പോർട്ടറിൻ്റെ തത്സമയ സംപ്രേഷണം 114-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. 240 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട അർജുൻ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് 240 മണിക്കൂർ തെരച്ചിൽ ഇപ്പോൾ തുടരുന്നത്. റിപ്പോർട്ടറിൻ്റെ തത്സമയ സംപ്രേഷണം 114-ാം മണിക്കൂറിലേക്കാണ്. പ്രേക്ഷകർ കാണുന്നുണ്ടാവും 7 മണി മുതൽ ഈ മണി വരെ ഒരു ചെറിയ കൊമേഴ്സ്യൽ ബ്രേക്ക് പോലും നമ്മൾ എടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക് പോലും വലിയ രീതിയിൽ നമ്മൾ എടുത്തിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇതിനിടയിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. തീർച്ചയായും കാഴ്ചക്കാർ കൂടുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ വിശ്വാസമർപ്പിക്കുന്ന റിപ്പോർട്ടറിൻ്റെ കാഴ്ച
ഒരാഴ്ചകളിൽ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വാർത്തകളും ആധികാരികമായ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളും ലഭ്യമാകുമെന്ന വിശ്വാസത്തിൽ വന്നിരിക്കുന്നവരാണ്. പല നിലകളിലുള്ള മനുഷ്യരുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഇപ്പോൾ നമുക്കൊപ്പം വേണ്ടത്. ആ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുന്നു. ഒരു നാട് ഒരു വീടായി മാറുന്നു എന്നതാണ്. ആ വാക്ക് തന്നെ ഞാൻ ആവർത്തിച്ചു പറയും. ഒരു നാട് വീടായി മാറുന്നു. മുക്കത്ത് നിന്നെത്തിയ പാവം മനുഷ്യർ, കൂരാച്ചുണ്ടിൽ നിന്നെത്തിയവർ, ബാലുശ്ശേരിയിൽ നിന്നെത്തിയവർ, പേരറിയാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ ഒരു കൈ സഹായിക്കാൻ വന്നവരാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ വന്നവരാണ്. അങ്ങനെ വന്ന ഒട്ടേറെ മനുഷ്യർ അവിടെ കൂടി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ തത്സമയം ഗ്രൗണ്ടിൽ നിന്ന് കണ്ടു. അങ്ങനെ ഒട്ടേറെ മനുഷ്യർ ഇപ്പോഴും അവരുടെ യാത്രാവേളയിൽ, നിങ്ങളുടെ ഓഫീസ് ടൈമിൽ, അപ്പോൾ TV കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം മൊബൈൽ ഫോണുകളിലും നിങ്ങൾ ഈ വിവരങ്ങൾ ആരായുന്നുണ്ട്, വിവരങ്ങൾ അറിയുന്നുണ്ട്. അർജുനെ കിട്ടുന്ന നിമിഷം അത് മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ അർജുന സഹോദരിയുമായി സംസാരിച്ചപ്പോൾ അർജുന സഹോദരി പറഞ്ഞത്, ഇനി നമുക്ക് ഒരൊറ്റ ഉത്തരം കിട്ടിയാൽ മതി, അവൻ എവിടെ എന്ന് ചോദ്യം. ബാക്കി വലിയ പ്രതീക്ഷകളൊന്നും ആ കുടുംബത്തിനില്ല. അമ്മ തന്നെ പറഞ്ഞത് അവനെ ജീവനോടെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷ അസ്തമിച്ചു. പക്ഷേ അവൻ എവിടെയാണ് എന്ന ചോദ്യത്തിനൊരു ഉത്തരം വേണം. അതൊരമ്മയുടെ സ്വാഭാവികമായ അവകാശമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രതീക്ഷ ഈ പ്രകൃതിയുടെ തിരക്കഥയ്ക്ക് പലപ്പോഴും നമ്മൾ സംവിധാനം എത്ര ചെയ്യാൻ ശ്രമിച്ചാലും അങ്ങനെ ആകണമെന്നില്ല. തിരക്കഥ ഒരു വഴിക്ക് പോകും, സംവിധാനം മറ്റൊരു വഴിക്ക് പോകും എന്നുള്ളതാണ്. അർജുൻ്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുക. ആ പ്രാർത്ഥനയ്ക്കുള്ള നിമിഷങ്ങളായിരിക്കണം അത്. പഴി പറയാനും പഴിചാരാനും നമുക്കിനി ധാരാളം സമയമുണ്ട്. നമുക്ക് ഡീകോഡ് ചെയ്യാം ഓരോ സംഭവങ്ങൾ എന്താണെന്ന്. നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങളുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ പ്രതികരണങ്ങളുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ കാഴ്ചകളുണ്ടല്ലോ, സാങ്കേതിക സംവിധാനം അടയാളപ്പെടുത്തിയ അടയാളങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. എന്താണ് അവിടെ സംഭവിച്ചത്, വീഴ്ച എന്താണെന്നുള്ളത് നമ്മൾ പറയുക തന്നെ ചെയ്യും. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മളത് തുറന്ന് കാണിക്കും.